ഹായ്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പുതിയൊരു വീഡിയോ വരുന്നതെന്നറിയാം. എന്തായാലും ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രോട്ടോടൈപ്പിൽ ഫ്യൂമിഗേഷനിൽ ലാസ്റ്റ് റൗണ്ടായിട്ടുള്ള ഓപ്സ് റൗണ്ടിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ: ഡസ് സി സപ്പോർട്ട് ഫംഗ്ഷൻ ഓവർലോഡിംഗ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഓപ്സ് റൗണ്ടിലെത്തി നമ്മൾ തീർച്ചയായിട്ടും പറയും നോ. അപ്പോൾ അവരെന്ത് ചോദിക്കും? വൈ? എന്തുകൊണ്ട് ഫംഗ്ഷൻ ഓവർലോഡിംഗ് സിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും എന്നൊരു ചോദ്യം അവരും ചോദിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഫംഗ്ഷൻ ഓവർലോഡിങ്ങിന്റെ ഫീച്ചർ എന്താണ്, അതിന്റെ യൂസ് എന്താണ്, അത് എവിടെയാണ് വരുന്നതെന്നുള്ള വിശദ വിവരം അങ്ങ് പറഞ്ഞു കൊടുക്കും. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ പോളിമോർഫിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസ് ആയിട്ടുള്ള C++, ജാവ പോലുള്ള ലാംഗ്വേജസിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആൻസർ കൺക്ലൂഡ് ചെയ്യും. എന്നാൽ ഇത് പൂർണ്ണമായി ശരിയാണോ? ഡസ് സി റിയലി ഡോണ്ട് സപ്പോർട്ട് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സി ലാംഗ്വേജ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങിനെ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കറക്റ്റാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് പല ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ സെയിം ബിഹേവിയർ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ആ മെത്തേഡ്സ്: ജനറിക് കീവേഡ് അല്ലെങ്കിൽ മാക്രോ യൂസ് ചെയ്തിട്ട്, ഫംഗ്ഷൻ പോയിന്റേഴ്സ് യൂസ് ചെയ്തിട്ട്, ഈ വേർ ആർക്സ് എന്ന ഈ ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട്. ഇതിൽ അണ്ടർസ്കോർ ജനറിക് കീവേഡ് ഉണ്ടല്ലോ, പഴയ സിയുടെ വേർഷനിലൊന്നും വർക്കാവില്ല. പിന്നെ വേർ ആർക്സ് എന്ന കീവേഡ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഹെഡർ ഫയലും യൂസ് ചെയ്യണം. നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിങ്ങിനെ ഇൻഡയറക്റ്റ് ആയിട്ട് സി ലാംഗ്വേജിലോട്ട് കൊണ്ടുവരികയാണ്. കാരണം അതിൽ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്നൊരു ബിൽറ്റ് ഇൻ ഫീച്ചർ ഇല്ല. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം എഴുതി വരുമ്പോൾ അത് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ ഇനി ഡയറക്റ്റ്ലി നോ എന്ന ആൻസർ പറയുന്നതിന് പകരം ഇങ്ങനെ പറഞ്ഞു നോക്കൂ: സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്നൊരു ബിൽറ്റ് ഇൻ ഫീച്ചർ ഇല്ല. എന്നാൽ നമുക്ക് ആ സെയിം ബിഹേവിയർ ഇൻഡയറക്റ്റ് ആയിട്ട് പല മെത്തേഡ്സിലൂടെ കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പ്രോഗ്രാമിന്റെ കോംപ്ലക്സിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഓവർലോഡിംഗ് പോലുള്ള ഫീച്ചർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആയിട്ടുള്ള C++, ജാവയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്